ഇവൻ പൊറോട്ട മേക്കറാണ്. ഹലോ നീ അടിക്കില്ലടാ പൊറോട്ട? നീ കോഴിക്കൊണ്ടായതാടാ നീ. ആ മഞ്ഞ പനിയില്ലേ അത് മതി. ഹലോ ഷക്കീല. മേഡം വാട്ട്സ് യുവർ നെയിം? ജാനകി. ഓക്കെ ഓക്കെ. ഹായ് ഐ ആം ശ്യാം. ഹലോ ശ്യാമ. എന്താണ് വേണ്ടത്? ബർഗർ, ചായ, വട, കാപ്പി. ഞാൻ പറഞ്ഞ അത് ആവശ്യമുള്ള ഈസി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. മേഡം എന്താ വേണ്ടെന്ന് കഴിക്കാൻ? உன்னை வெளிக்கிறாங்க, உனக்கு வேலை போச்சு. നിനക്ക് ജോലി ബർഗർ. ഓക്കെ ഓക്കെ. ബർഗർ ഞാൻ ഇപ്പൊ തന്നെ നമ്മുടെ ഇതിലോട്ട് ആഡ് ചെയ്തേക്കാം. പിന്നെ വേറെ മേഡം ഇവിടുത്തെ പഴംപൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈ സിറ്റി തന്നെ ഉള്ള ഏറ്റവും ബെസ്റ്റ് പഴംപൊരിയുള്ള സ്ഥലമാണിത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഉഴുന്നുവട കഴിച്ചു കഴിഞ്ഞുണ്ടല്ലോ മേഡം മെൽറ്റ് ആയി പോവും, അത്രയും സ്വാദുള്ള ഉഴുന്നുവടയാണ്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ റാപ്പ് ഉണ്ട്, കൊറേ വെറൈറ്റി ഓഫ് ഇതൊക്കെ ഉണ്ട് മേഡം. ശരിയാണല്ലോ, നല്ല രസമുണ്ട്. അത് ജാസ്മിൻ ചേച്ചി, ഞങ്ങൾക്ക് ഇവിടെ ഒരു ചേച്ചി ഉണ്ട് ജാസ്മിൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി ഉണ്ടാക്കുന്ന തനതായ ഒരു ചായയാണ്. തനതായ പുള്ളി വീട്ടുകാരത്തിൽ നിന്ന് അടിച്ച് തണുപ്പിച്ച് ആറ്റി കൊണ്ടുവരുന്നത്. മാഡം ഇതെല്ലാം മേടിക്കാവോ? ഒന്ന് മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാവുമായിരുന്നു. പിന്നെന്താ, വാങ്ങിക്കാലോ. ഓക്കെ 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 മാഡം. പഴംപൊരി വാങ്ങിച്ച് ഉഴുന്നാട്. മേഡം വാട്ട്സ് യുവർ നെയിം? ജാനകി. ഓക്കെ ഓക്കെ. ഹായ് ഐ ആം ശ്യാം. ഹലോ ശ്യാമ. അകത്ത് പാത്രം കടിയില്ല, അപ്പൊ മുതലാളി വിളിക്കുന്നു. ഞാനിത് എഴുതുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഇവിടെ നമുക്കൊരു ഇതുണ്ട്, ഒരു മെനുവില് അങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ട്. അപ്പൊ അത് അതിന്റെ പെട്ടെന്ന് അതിൽ വന്നേ. അപ്പൊ അവരെന്തോ ഡൗട്ട് പോലെ ഷവർമ്മയുടെ ഇത് കേട്ടോ, ശ്യാം ഇങ്ങനെ വന്നതാണ്. ഷവർമ്മ ആഡ് ചെയ്യണം എന്നുള്ള ചന്ദ്രൻ. അതാരാ? എന്റെ പേര് മൈൻ. അപ്പൊ ശ്യാമെന്ന് പറഞ്ഞത് ശ്യാമെന്ന് പറഞ്ഞ മാറി പറഞ്ഞു ഞാൻ ഷവർമ്മ എന്ന് പറഞ്ഞത് മാറി പറഞ്ഞു. മാഡം ഞാനാണ് മാനേജർ. മാഡത്തിന്റെ പേരെന്താണ്? എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ജാനകി മാഡം. ഇവിടെ ഓൺലൈനാണ് മാനേജറിന്റെ. ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയുണ്ട് മാഡം? ഓക്കെ അല്ലേ? ഇല്ല മേഡം മേടിച്ചായിരുന്നോ? ഫുഡ് മേടിച്ചായിരുന്നോ? വാങ്ങിച്ചു. ഓക്കെ മാഡം റിവ്യൂ മാഡം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ റിവ്യൂ ഇട്ടാൽ ഭയങ്കര സന്തോഷം. സ്റ്റോറിന്റെ സൈറ്റിലിട്ടാ മതിയോ? മതി മേഡം. ഒന്ന് കഴിച്ചു കണ്ടില്ലേ മേഡം? ഞങ്ങളുടെ കടയിൽ തന്നെ ഇത് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം അല്ലേ? പിന്നെന്താ, പഴംപൊരി കഴിച്ചു. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് മേഡം? മാഡം പഴംപൊരി ഫ്രഷ് അല്ലേ മാഡം? ഈ വട കഴിച്ചു നോക്കൂ. വട നല്ല ഇതല്ലേ, ക്രിസ്പി അല്ലേ മാഡം? നല്ല ക്രിസ്പി ആണ് കേട്ടോ. നല്ല സൗണ്ട് ഒക്കെ വരുന്നുണ്ട് കഴിക്കുമ്പോ. നമ്മുടെ ഈ കടയുടെ ഒരു മെയിൻ ഡിഷ് എന്ന് പറയുന്നത് വടയാണ് നമ്മുടെ ഇത്. മഞ്ഞ ഡ്രസ് പുതിയ വട മേക്കറാണ് മാഡം. ഇവിടെ വട ഉണ്ടാക്കുന്നത് ചന്ദ്രൻ ഉണ്ടാക്കിയത്. ഇനിയിപ്പോ ഉണ്ടാക്കാൻ പോണത് കൈ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയാണ്. മാഡം എങ്ങനെ ഉണ്ടായിരുന്നു? ഏറ്റവും ഇഷ്ടപ്പെട്ട ചിക്കൻ റാപ്പ്, ബർഗർ, പിന്നെ ഉഴുന്നുവട, പഴംപൊരി? എനിക്ക് ഉഴുന്നുവട ഇഷ്ടപ്പെട്ടത്. വടയാണ് നമ്മുടെ വീക്ക്നെസ് മാഡം. മീൻസ് നമ്മുടെ മെയിൻ ഡിഷ് മാഡം. വടയുടെ സെയിൽസ് കൂടുന്നുണ്ട്. ഓക്കെ മാഡം. ബൈ ദ വേ വീണ്ടും കാണാം. പിന്നെ വരാവേ. மேடம் உங்ககிட்ட கொஞ்சம் சம்சாரிக்கணும். மேடம் கொஞ்சம் சம்சாரிக்கணும். வெளிய வாங்க. யாரு நீங்களா? அவங்க. ஓகே. മുതലാളി ഇത് ശരിയല്ല. ഞാനേ നീക സെയിൽസ് ചെയ്യണില്ല. നീകൻ എന്തായാലും ജോലിക്ക് എടുക്കുകയാണല്ലോ.
നെക്സ്റ്റ് വരുന്ന ആളൊന്നും നീ ഓക്കെ 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 പിന്നില്ലത്. മുതലാളി ഞങ്ങള് കാറ് നമുക്ക് വാങ്ങിട്ട് വന്നിട്ട് ഇവിടെ നിന്നാണോ വണ്ടി വാങ്ങിക്കണേ? ഇവിടെ നമ്മുടെ കടയാണ് നമ്മുടെ കട. മോള് റെന്റ് വേണ്ട, നമുക്ക് ഫ്രഷ് മതി. അല്ലല്ല നമുക്ക് നമ്മള് വന്നാലുള്ളടാ, നമുക്ക് അങ്ങനത്തെ വണ്ടി മതി മുതലാളി. ദാ തിങ് ഈസ്, നമുക്ക് ഇത്രയും പോർഷായിട്ടുള്ള ഇത്രയും വണ്ടി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിന്റെ ചെലവ്, ഫ്യൂവലിന്റെ ഇതെല്ലാം കൂടി നമുക്ക് മീറ്റ് ചെയ്ത് പോകാൻ ഇച്ചിരി പാടുണ്ടാവും തോന്നുന്നു. നമ്മളിനി ആഡ് ചെയ്യണം ആണല്ലേ? മുതലാളി വണ്ടി അത് എന്താണ് ഇതിപ്പോ ഇത്ര വലിയ എക്സ്പെൻസീവ് വണ്ടി ഇതും വേണ്ടായിരുന്നു അല്ലേ? മുതലാളി നമുക്ക് അങ്ങനെ നമ്മള് കാശ് സാലറി എന്നല്ല മുതലാളി, അപ്പൊ നമുക്ക് കാശ് എടുത്ത് നമ്മൾ മേടിക്കണം. അതിന് നമ്മള് സമ്പാദിച്ച് നമ്മള് വണ്ടി വാങ്ങിക്കും മുതലാളി. അത് നമുക്ക് സിറ്റിയിൽ വന്നിട്ട് കുറച്ചായിട്ടുള്ള നല്ല പറഞ്ഞു. അപ്പൊ നമുക്ക് ഒന്ന് സ്റ്റേബിൾ ആവാൻ ടൈം എടുക്കും. നമ്മള് നമുക്ക് അതൊക്കെ ഒരു സുഖമല്ലേ മുതലാളി? അത് താങ്ക് യു മുതലാളി. വണ്ടി ഏതേന്നും മറ്റേ തന്നെ M6 M63 എത്ര വയസ്സിനാ? എനിക്കൊരു 1 മാസം. எனக்கு ஜீவேகன் എന്ത് ஜீவேகன் എന്തിന് ஜீவேகன் കേട്ടില്ല. கேட்டலையா? சரி ஓகே, அது என்ன பேருன்னு பார்த்துட்டு வரேன். ஜீவாகன் தானே? வாகனா வகன். ഞാൻ ഡോർ തുറന്നപ്പോ തട്ടിയ. സോറി அடிக்கிறாங்க. நான் மணி கொடுக்குறேன், எனக்கு மணி கொடுத்து நான் வைக்கிறேன். ஓகேவா? 1 மந்த்துக்கு என்கிட்ட மணி உண்டு. ഇൻവോയ്സ് പേ ചെയ്യണ്ടട്ടാ, അത് ഞാൻ ക്യാൻസൽ ചെയ്തോണ്ട്. അത് ഞാൻ ചെയ്യാൻ ഇൻവോയ്സ് എങ്ങനെ എടുക്കുന്നത്? ഇൻവോയ്സ് ഇല്ല മുതലാളി, അത് മുതലാളി കാശ് തന്നെ മുതലാളി. അപ്പൊ നമ്മൾ അതൊക്കെ ഇൻവോയ്സ് എടുക്കണ F3-ലാണ്, പക്ഷെ ഞാൻ തരാം. ഞാൻ പേ ചെയ്തു മുതലാളി, ഞാനത് പേ ചെയ്തു മുതലാളി. അത് നമുക്ക് പിന്നെ മുതലാളി അത് സാലറി ഒക്കെ തരുമ്പോഴത്തേക്ക് കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് തന്നാൽ മതി. അതല്ല, ഞാൻ ഇപ്പൊ ക്യാൻസൽ ചെയ്ത് അടുത്ത് പിന്നെ പ്ലെയിൻ കട്ടാവും. അത് ക്യാൻസൽ ചെയ്തേനെ? ഇല്ല, ഞാൻ കൊടുത്തു പേ ചെയ്തു. പേ ചെയ്താ? പേ ചെയ്തു. ചന്ദ്ര വണ്ടിയോ മുതലാളി? വണ്ടി എന്റെ വണ്ടി ഇവിടെ എടുക്കട്ടെ? അല്ല, ഇവിടെ എടുക്കാൻ പറ്റുമോ? എടുത്തോ. എഫ് അടിച്ച് കയറിയോ? ഇത് എന്റെ വണ്ടി തന്നെയാണോ? അതെ. ഓക്കെ. താങ്ക് യു മുതലാളി. ഐ ആം വെരി ഹാപ്പി മുതലാളി. വണ്ടി കേറിക്കോ. നമ്മൾ ആദ്യമായിട്ട് എൺ ചെയ്തതാണ് മുതലാളി. ഇവിടെ മറ്റേ വണ്ടി ഒന്ന് കാണിച്ചു തരാമോ? വണ്ടി കാണിച്ചു തരാം. ഇവിടെ ഒരു വണ്ടി ഉണ്ടേ. அது எப்படி ചെയ്യണം? എന്തിനാ സാർ അതൊക്കെ പഠിച്ചു സാറേ? എന്റെ വണ്ടി. என்ன சொல்றது? ഹലോ മാഡം. അല്ല, ഒരു കാര്യം പറയാൻ വേണ്ടി ഞങ്ങളുടെ ബർഗർ ഷോപ്പിലെ ആൾക്കാരാണ്. ഞാൻ ഫോളോ அது எப்படி செய்யணும்? தள்ளி விடுறது, பால் செய்யறது. ഞാൻ ഫോളോ ആയി. അല്ലല്ല, ഞാൻ വീണു എന്ന് പറഞ്ഞു. ഇതാരാ കുട്ടി? ഒന്ന് വരാ. അവിടെ വർക്ക് ചെയ്യുന്ന ആളാണോ? ഓ, ഞങ്ങൾ ഇന്നലെ അവിടെ ജോയിൻ ചെയ്ത കണ്ടില്ല. ഞാൻ ഇന്നലെ ഇല്ലായിരുന്നു, ഇന്നാണ് തിരിച്ചു വന്നത്. ഓഹോ, എന്താ പേര്? കമീല. സോറി, കമീല ഡേവിഡ്. ഡേവിഡ് അച്ഛന്റെ പേരായിരിക്കല്ലേ? അതെ. ഓ, ഓക്കെ. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഇപ്പൊ സിറ്റിയിലല്ല, അച്ഛൻ ആവശ്യമായിട്ട് പുറം ലോകത്തൊക്കെയാണ്. ഓ, ഓക്കെ. മനസ്സിലായി. അപ്പൊ ഇന്ന് വന്നില്ല ഇവിടെ ഷോപ്പില്? കണ്ടില്ല? ഇല്ല, ഇന്ന് ഷോപ്പിൽ വന്നിട്ടില്ല. ഓ, ഓക്കെ. പണിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. കാറൊന്ന് ഓഫാക്കോ. കൂളായോ നീ? കൂളാണ്. ഇങ്ങോട്ടൊന്ന് പറയട്ടെ.
ഓ പേടിച്ചു ഞാൻ. അയ്യോ സോറി സാർ. ഞാൻ വേറെന്തോ ഡോക്ടർ സോറി. ഇങ്ങനെ കണ്ടപ്പോഴേ. ഹലോ 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 ഹായ് ഹായ്. നിങ്ങളെ കണ്ടറിയാം നിങ്ങൾ നല്ലൊരു കപ്പിൾസ് ആണെന്ന്. അല്ലേ? കപ്പിൾസ് അല്ലേ? അല്ല നിങ്ങൾ ചന്ദ്ര ആ നമ്മള് കണ്ടത്. ഓ ഓ സോറി 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 ബ്രോ. എന്റെ പേര് ചന്ദ്രൻ. നമ്മളൊരു ഒരു ബർഗർ ഷോപ്പ് ഇവിടെ നമ്മൾ തുടങ്ങിയായിരുന്നു. എല്ലാരും കുഴഞ്ഞു. ഇതാ ഇത് ഇങ്ങനെ നമ്മളൊരു കാര്യം സംസാരിക്കാൻ വന്നേ ഇവിടെ. അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ അലമ്പി അടക്കുവാണ് അവിടെ കടന്ന്. എടാ നമ്മള് കട ഒരു നിലയിൽ എത്തിക്കണം. നമുക്ക് ആൾക്കാരെയൊക്കെ പറഞ്ഞ് ഇതാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ തമാശ വെച്ചോണ്ടിരിക്കണം അവിടെ. ചന്ദ്രൻ മോലാളി ഞാനൊരു കാര്യം പറയാം. അപ്പുറത്ത് മുതലാളി അണ്ടി ഞാൻ ഒരു കാര്യം എന്റെ വായികളെ കേക്കല്ലേ. നമ്മൾ ഇവിടെ സിറ്റിയിൽ വന്ന എന്തിനാണ് ഇവിടെ? മാസ് കാണിക്കാനല്ല നീക. മാസ് കാണിക്കാൻ നമ്മളിവിടെ വന്നത്. ഇവിടെ നമുക്ക് മാസ് ഓപ്ഷൻ ഇല്ല. നമ്മളിവിടെ മാന്യമായിട്ട് മര്യാദയ്ക്ക് ജീവിക്കാനാണ് ഇവിടെ വന്നത്. നീ ആരാ തോക്കെടുത്ത് അവനെ പേടിപ്പിക്കാൻ? ചന്ദ്രന്റെ അരി നിന്നാമ കൊന്നറിഞ്ഞാലും ഞാൻ ചോദിക്കാൻ പറ്റില്ല. കാര്യം പറഞ്ഞേക്കാൻ. പിന്നെ എന്നെ തൊട്ട ആളെയും പറഞ്ഞിരിക്കില്ലല്ലോ. എനിക്കറിയാലോ. ചന്ദ്ര ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഹലോ മലയാളി ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയാണ്ടെ. കാശ് കിട്ടിയുണ്ട്. കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ച്. നീക ഇപ്പൊ ലുക്കായി. ഓ താങ്ക് എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. ചന്ദ്രൻ കുറച്ചുകൂടി ഗെറ്റപ്പായി. ഷക്കീല വിവരിക്കാൻ വാക്കുകളില്ല. കമീല ഇതാരാ? ഇത് കപില ആരാണ്? കമീല കൂട്ടുകാരെ കമീല വരും. സ്റ്റാഫാണ്. കുറച്ച് സ്റ്റോക്കിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ നോക്കണമായിരുന്നു. കമീല എന്തെങ്കിലും സ്റ്റോക്കിന്റെ എന്തെങ്കിലും കുറവുണ്ടോ നമുക്ക് ചെയ്യാൻ വേണ്ടി? മലയാളി നീക പുറത്തു പോട്ടെ. ആ ചായ നീക ഒന്ന് വന്നേ. നീക അതെ ആ ചായ അടിക്കുന്നു. ചായ അടിക്കുന്നു. നീക നീക അണ്ണാ സുഖല്ലേ? സുഖം 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 സുഖം. എടാ അമ്മരൊക്കെ എന്ത്? അവന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അവരെ അവരോട് അവിടെ ഫാം ജോബ് ചെയ്തോണ്ടിരിക്കുന്നത്. ഓരോരുത്തരായിട്ട് പണിയെടുത്തോണ്ടിരിക്കുക. ചേട്ടാ 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 ശല്യപ്പെടുത്തണ്ട. അതെ നമുക്കേ ഒരു ഫ്രീ ഫുഡ് സംരംഭം നിങ്ങൾ കാണുന്നത് ചെയ്താലോ? സംരംഭോ? അതെ എല്ലാരും ഒന്നും പൈസ കൊടുത്ത് ഫുഡ് വാങ്ങിക്കല്ലേ. നമുക്കൊരു ഫ്രീ ഫുഡ് ഡെലിവറി. ഈ പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്തോ ഇത് ഇവന്റ് ഇവിടെ നടക്കണം എന്ന് പറയുന്ന കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ പുറത്ത് കൊണ്ട് വണ്ടി ഇങ്ങനെ ഇട്ട് നിക്കണെങ്കിലേ. അതെ അത് ശരിയാ. കൊച്ചിലെ കൊറേ കോംപ്ലൈന്റ് കുടിച്ചിട്ടുണ്ടല്ലേ ചന്ദ്ര? ഇങ്ങ് വന്നേ. മോലാളി ഒരു കാര്യം പറഞ്ഞു. ചന്ദ്ര ഒരു 5 ബർഗർ എടുത്ത. ഒരു 5 ബർഗർ എടുത്തു. എന്താടാ 5 ബർഗർ? ഒരു 5 ബർഗർ. ബർഗർ സാർ ഇവിടെ സാർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കേ സർ. എടാ പീറ്ററാ ഇവനെ നീക ഞങ്ങൾക്ക് റോൾ ഇട്ടിരിച്ചു. ചന്ദ്ര ഇല്ലല്ല ഇങ്ങനെ മോലാളി പറഞ്ഞേ. അല്ലല്ല കുറച്ച് അവൾക്ക് നല്ല മസിലുള്ള ബോയ് ഫ്രണ്ട് ഉണ്ട്. വന്ന് അടിച്ചുറക്കി തരുമെന്ന്. വായില് പഴംപൊരിയൊക്കെ അടിച്ച് കയറ്റി വെച്ച് അങ്ങ് തരും. കോവർക്കേഴ്സിന്റെ അടുത്തുള്ള ഒരു മനോഭാവം ഞങ്ങൾക്ക് വളരെ അല്ലല്ല മോലാളി കോവർക്കേഴ്സിന് അത്രയും ഒരു അതല്ല നമുക്ക് അങ്ങനെ ഫീലിങ്സ് വരണ്ട. ഫീലിങ്സ് വന്നാ പിന്നെ നമുക്ക് ക്രഷ് വന്നിട്ട് പിന്നെ നമുക്ക് വേർപിരിയുമ്പോ അത് പറഞ്ഞ നന്നായി. അത് നമുക്ക് എനിക്ക് കൃഷിന്റെ അസുഖങ്ങളാണ്. പെട്ടെന്ന് മോലാളി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് അങ്ങനെ അടിക്കത്തില്ല. ഞാൻ എന്റെ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട് ബ്രോ. ഫസ്റ്റ് കിട്ടുകയാണെങ്കിൽ എനിക്ക് തന്നെ തരണേ. പൊറോട്ടയും ബീഫാണ് ഫേവറേറ്റ്. സ്റ്റോക്ക് അപ്ഡേറ്റ് ആണോ? ആക്ച്വലി കമീല എനിക്ക് ചെറിയ ഡൗട്ട്. നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രാഗൺ ബർഗറിലെ അത് എങ്ങനെയാണ്? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർക്കർ ആയതുകൊണ്ട് നമുക്ക് കമീലയുടെ അടുത്ത് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞുതരാമോ? നമ്മള് സ്റ്റോക്ക് എല്ലാം ഓക്കെ അല്ലേ? എന്തെങ്കിലും ആ കുട്ടിക്ക് ഒരു ഇതുണ്ട്, തോട്ടുണ്ട്. ആ തോട്ടൊന്ന് കേട്ടോ. ഓക്കെ ഒരു പ്ലാൻ. കമീലയുടെ ഐഡിയ ഒന്ന് പേരുന്ന് പറഞ്ഞെടുക്കുക. കമീലയുടെ ഐഡിയ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അതെ കുറച്ച് വീട്ടിൽ ഇവിടെ സ്ഥലം കുറവാണ്. കമീല വരും.
ആ മുരളി പറഞ്ഞോ. അല്ല കമീല. കമീലക്കാണ് കമീല പറയുന്നത്. കമീലക്ക് എന്തോ ഒരു പുതിയൊരു ബിസിനസ് ഐഡിയ ഉണ്ടെന്ന് ചന്ദ്രൻ. തെന്നുവില്ല പിന്നെ അതെ. ഇല്ല, എനിക്ക് പറയാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫ്രീ ഫുഡ് ഡെലിവറി പ്ലാൻ ചെയ്താലോ? അതായത് എന്നും ആൾക്കാര് പൈസ കൊടുത്ത് വാങ്ങിക്കാറില്ലേ ഫുഡ്. ആ ഒരു കോൺസെപ്റ്റിനെക്കാട്ടിലും നല്ലത് നമുക്ക് ഫ്രീ ഫുഡ് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഫുഡ് അത്രയും ടേസ്റ്റ് ആൻഡ് അത്രയും ക്വാളിറ്റി ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മുടെ കടയെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ കൊടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. അതെന്നെ ഉദ്ദേശിച്ചേ. ആ ക്വാളിറ്റിയില് നമുക്ക് അല്ല, അത് ക്വാളിറ്റിയുള്ള ഫുഡ് തന്നെയാ നമ്മള് നോക്കുന്നത്. ലൈക്ക് ഒരു 1 hour അത്രയും നേരം നിന്ന് നമ്മള് ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി ഫുഡ്, അതായത് ഒന്നി ഒരു 100 ഫുഡ് വെച്ച് ഉണ്ടാക്കിയിട്ട് അങ്ങനെ. എന്റെ ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ ആ ക്വാളിറ്റി ഫുഡിന്റെ കൂടെ നമ്മൾ നമ്മുടെ അതിന്റെ ഔട്ടർ പാക്കേജ് നമ്മുടെ കടയുടെ പേര് വെച്ച് കൊടുക്കാം. അതെങ്ങനെയുണ്ട്? അല്ലെ നമുക്ക് ട്രക്കിറ്റ് പോവാം, നമ്മുടെ കട ട്രക്കിറ്റ് പോവാം, എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുക. അപ്പൊ ട്രക്കിന്റെ പേരും കാണും. അതെ, നമുക്ക് ട്രക്കായിട്ട് പോകാം. അത് നല്ലൊരു ഓപ്ഷനാണ്. അത്രയും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ഇതൂടാ, വയറൂടാ, ഫ്രീ ഫുഡ് കണ്ടിട്ട് അപ്പൊ ആൾക്കാരൊക്കെ ഒന്ന് മേടിച്ചോളും, ഫേമസ് ആവും, വയറിലും കാണാം. ഈ ഫ്രീ ഫുഡ് കൊടുക്കേണ്ട കൂടെ നമുക്ക് ഒരു കൂപ്പൺ കൂടി കൊടുക്കാം. എന്ത് പറയുന്നു? വയറ് തന്നെ നമുക്ക് ഇതില് ചാറ്റില് നമുക്ക് ഞാൻ വെറുതെ സാധനം ഇട്ടേ. വയറ് പോണേ നമ്മള് എന്ത് വയറ് കാണലാണോ പോണേ? അതല്ല ഞാൻ പറഞ്ഞത് വെച്ചിട്ടാ. ഒറ്റ മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഒന്നും ചന്ദ്രൻ പറയൂ. ചന്ദ്രൻ, അതെ, ഈ ഫ്രീ ഫുഡ് കൊടുക്കേണ്ട കൂടെ നമുക്കൊരു കൂപ്പൺ കൊടുക്കാം. ആ കൂപ്പൺ വെച്ച് നമ്മുടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 50% ഓഫ് നമ്മുടെ ഇവിടെ വന്ന ഏത് നമുക്ക് കച്ചവടം നടക്കില്ലേ? വേണ്ട, നല്ലൊരു ഐഡിയ ആയിരുന്നു. ഫ്രീ ഫുഡിന്റെ കൂടെ പിന്നെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഫ്രീ ഫുഡ് സ്റ്റോക്കിൽ നിന്ന് എവിടെ ഇട്ടിക്കണ നോക്ക്. KG's Rentals-ല്. ഇതെന്താണ്? അതായത് അവരുടെ മറ്റേ റെന്റൽസിന്റെ അതിലാണ് ഫുഡ് റീസ്റ്റോക്ക് പറഞ്ഞിട്ട്. റെന്റൽസ് ഇല്ലേ, റെന്റ് ഇല്ലേ, ചന്ദ്ര കുട്ടി കമ്പ്യൂട്ടർ ആണല്ലേ? അടുപ്പില്ലല്ലേ? എന്ത് തോന്നി? ഒന്നും തോന്നിയില്ല. ഒന്നും വല്ല തോന്നിക്കഴിഞ്ഞാൽ പ്രശ്നമാവും. ആണോ? എന്നാ വേണ്ട. എന്നാണ് ഈ റേസ് വരുന്നത്? നാളെയാണോ? അല്ല, ഇന്നിപ്പോ നമ്മൾ എവിടെയാണ് ഫുഡ് കൊടുക്കാൻ പോകുന്നത്? കമീല, നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളത്തേക്ക് സെറ്റ് ചെയ്താലോ പ്ലാന്? നാളെ ഓൺ ആക്കിയാലോ? നാളെ വരുമ്പോ തന്നെ നേരെ നമുക്ക് മുതുക്കില് പോയിട്ട് പരിപാടി തുടങ്ങാം. കുറച്ചൊരു ബെറ്റർ ആയിരിക്കും അത്. പ്ലാൻ ചെയ്യാൻ ടൈം കിട്ടണം കുറച്ചുകൂടി. ഈ ഫ്രീ ഫുഡ് മാത്രം കൊടുത്താൽ മതിയോ കമീല? നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കണ്ടേ? പെൺപിള്ളേർക്ക് അവരെ അട്രാക്ട് ചെയ്യാൻ എന്തെങ്കിലും? ഇപ്പൊ ബോയ്സിനാണെങ്കിൽ ഒരു ഫുഡിന്റെ കൂടെ ഒരു ഫുൾ ബോട്ടിൽ അല്ല, അങ്ങനെയല്ല. നമ്മുടെ ഫുഡ് വാങ്ങിക്കണ്ടേ അവര്? അപ്പൊ ഫ്രീ ഫുഡ് എന്ന് വെച്ചാൽ ആൾക്കാർ വിചാരിക്കും ക്വാളിറ്റി ഇല്ലാത്ത ഫുഡ്. അതെന്ന് വെച്ചാൽ ആൾക്കാർ പകുതിയൊരു വാങ്ങിക്കത്തില്ല. റിച്ച് പീപ്പിൾസ് ഇവിടെ ഫുള്ളും ഇല്ല ചന്ദ്രൻ? മേടിക്കും. ഒരു കുപ്പി വെച്ച് സെൽ പാക്കണം. അതാണ് ഞാൻ പറയുന്നത്. കുപ്പി അവിടെ പോയി മേടിക്കണം. ഒരു കുപ്പി കൂടെ കൊടുക്കണം, ഫുൾ ബോട്ടിൽ. അല്ല, അതിപ്പോ നമുക്ക് കുപ്പി മാത്രമായിട്ട് വേണമെങ്കിൽ വേറൊരു ദിവസം നോക്കാം. പക്ഷെ ഇതിപ്പോ ഫുഡിന്റെ കൂടെ കുപ്പി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബാഡ് ഇമേജ്. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിവിടെ നടത്തുന്ന മദ്യപാനത്തിന്റെ കടയിലല്ലേ നീകൻ നിന്റെ ബുൾഷിറ്റ് ഐഡിയാസ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യല്ലേ? We don't want your shit ideas, okay? ഇംഗ്ലീഷ് സൂപ്പർ. മലയാളി ഏത് കോളേജാണെന്ന് പറഞ്ഞേ? ഒന്ന് ഇതിനൊക്കെ ഭയങ്കരമായിട്ട് കർശനം. അങ്ങനെ പറയാൻ ഭയങ്കര ഇതാണ്.
സ്ട്രിക്റ്റ് അങ്ങനെ Strict ആണ് മുതലാളി. ഈ അല്ലെങ്കിൽ നീഗൻ ഒക്കെ ഭയങ്കര ഓവർ സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട്. ഓ സോറി മുരളി, അത് മുരളിക്ക് ബർഗർ ഷോപ്പിൽ ഫ്രീഡം വരാൻ വേണ്ടി തന്നോണ്ടാണ് കണ്ടുപിടിച്ച് നമ്മളിങ്ങനെയൊക്കെ ആൾക്കാരെ കൊണ്ടുവരേണ്ട അല്ല, അങ്ങനെ ബ്രാൻഡാണ് നമ്മുടെ ആൾക്കാർ ബർഗർ നമ്മുടെ ഷോപ്പിൽ ബ്രാൻഡ് തേടി വരും. എംപ്ലോയീസിനെ നമുക്ക് ഫ്രീ ആയിട്ട് ടോക്ക് ചെയ്യാം നമുക്ക്. ആ ആണല്ലേ. ഓക്കെ ഓക്കെ. ചന്ദ്രൻ മുരളി ഫ്രീഡം തന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? മുതലാളി നാളെ നമുക്ക് അങ്ങനെയാണെങ്കിൽ എല്ലാ എംപ്ലോയീസിനെ എത്ര പെമ്പിളുണ്ട് മുതലാളി നമ്മുടെ ഈ ഒരു ഷോപ്പില്? 3 എവിടെയാ മുരളി? 3 പേരെ കണ്ടില്ല. ഒരാള് സിറ്റിയിൽ ഇപ്പൊ വിളിച്ചല്ലേ, അതൊരാളാ. അങ്ങനെയാണെങ്കിൽ മുതലാളി നമുക്ക് നാളെ എല്ലാവരും വെച്ചൊരു മീറ്റിംഗ് നടത്തി നമുക്ക് കടയുടെ ഒരു ഇൻകം അതെ നമുക്ക് എല്ലാരും നമുക്ക് പരിചയപ്പെടുകയും ചെയ്യാലോ. എന്തൊക്കെ മാറ്റങ്ങൾ കടയിൽ കൊണ്ടുവരുത്തുന്നത്, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് നല്ലതായിരിക്കും എന്നൊക്കെ കാര്യത്തിനെ പറ്റി ഒരു വിശകലനം കൂടി നടത്തായിരുന്നു നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം, നമുക്ക് അതൊരു മീറ്റിംഗ് ഒക്കെ. നീക നാളെ ഫ്രീ അല്ലേ? പിന്നെ മലയാളി ഞാൻ പറയാം, ഈ നീകനെയും പീറ്ററിനെയും പുറത്ത് ഐസ്ക്രീം കൗണ്ടറിൽ നടത്തുന്നതായിരിക്കും കുറച്ചൊരു ബെറ്റർ. കാരണം ഇവർ കാര്യങ്ങൾ ഇവർക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഈ വടയിൽ തൊള്ളയിടാനും ഈ നീകൻ 4 പഴംപൊരി ഉണ്ടാക്കുന്നത് വിത്ത് തൊലിയാണ് പഴംപൊരി ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ല അതൊക്കെ മുരളി, അതൊക്കെ നമ്മൾ ഫസ്റ്റ് സത്യമായിട്ട് മുതലാളി വിത്ത് തൊലിയായിട്ടാണ് ആള് പഴംപൊരി ഉണ്ടാക്കിയത് 2 തവണ. മുരളി അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് മുരളി ഞാൻ പറഞ്ഞ ഇവരുടെ മുതലേ പുറത്തെ കൗണ്ടറിലാക്കുമ്പോഴത്തേക്ക് ഇവരുടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് ഒരാൾക്ക് വേണമെങ്കിൽ പുറത്തത്തെ പീറ്റർ ഒരു കാര്യം ചെയ്യോ? പീറ്ററിന് ഒരു നല്ലൊരു പണി തരാം. പുറത്ത് നമുക്കൊരു സെക്യൂരിറ്റി ആവശ്യമുണ്ട്. ഐ മീൻ ഈ വണ്ടിയൊക്കെ എടുത്തിടാനേ, വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാനും. കാരണം അതുപോലത്തെ തിരക്കാണ് ചില സമയത്ത്. ഒരു ഡ്രൈവറിനെ ആവശ്യമുണ്ട്. വാലറ്റ് പാർക്കിംഗ് പ്ലസ് ഡ്രൈവർ. വേണ്ടത്. അല്ല പീറ്ററിന് പറ്റില്ലെങ്കിൽ ഞാൻ ചെയ്തോളാം, കുഴപ്പമില്ല. പീറ്ററിന് പറ്റില്ലെങ്കിൽ ഞാൻ ചെയ്തോളാം. അല്ല ഞാൻ ചെയ്യാം. പീറ്ററിന് പറ്റില്ലെങ്കിൽ ഞാൻ ചെയ്തോളാം. അപ്പൊ മുതലാളി അത് ഓക്കെ അല്ലേ? നീഗനൊരു പോസ്റ്റ് കൂടി കൊടുത്തേക്ക്. അല്ല മുതലാളി ഞാനകത്ത് നീ പുറത്ത് അകത്തുണ്ട, നീ പുറത്ത് ഐസ്ക്രീം കൗണ്ടർ പുറത്ത്. ചന്ദ്രൻ ഞാൻ പറയട്ടെ, ഞാൻ ഈ ഐസ്ക്രീം പുറത്ത് അകത്ത് AC ആയതുകൊണ്ട് അകത്ത് വെച്ചിട്ട് അകത്ത് വെക്കാം. അല്ല പുറത്ത് മതി. ഐസ്ക്രീം കൗണ്ടർ പ്ലസ് ചായ നീ നോക്കണം. ഞാൻ തൊള്ളയിട്ട് അടിയല്ലേ. പിന്നെ അവനെ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്താണ് പൊറോട്ട അടിക്കാനുണ്ട്. അതുകൊണ്ടാണ് അവൻ നിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ. ഇവൻ പൊറോട്ട മേക്കറാണ്. ഹലോ നീ അടിക്കില്ലടാ പൊറോട്ട? നീ എന്താ ഇത്ര ചൂടാവണതിന്? അവന്റെ സൗണ്ട് ഒരു ഗാംഭീര്യം. അല്ലല്ല അവൻ അങ്ങനെ അവന്റെ ബേസ് നേച്ചർ അങ്ങനെയാണ് ആളുടെ. மேடம் நம்பர் கிடைக்குமா? இந்த நம்ம பிசினஸ் அத சாரி நம்மளோட ஷாப் பத்தி எந்த நம்பர்? GST நம்பரா? കിട്ടിയില്ല. இல்ல உங்க நம்பர் கிட்டிச்சு. அவங்க கிட்ட ஏதோ சந்தேகம். என்ன பேட்ற GST நம்பரா அவனுக்கு வேணும்? இல்ல சந்தேகத்துக்கு. சந்தேகயா? ஏ சந்தேகி? ഞാൻ പറഞ്ഞോണ്ട് ഞാൻ அல்ல ஏதாவது சந்தேகம். ഞാൻ തന്നിട്ട് നമ്പർ. ഓ അത്ര സന്ദേഹം എന്നെ വിളി. അല്ല എന്തെങ്കിലും എന്നെ വിളിച്ചത്. എന്നെ വിളിച്ച ഞാൻ ഡയറക്റ്റ് പറഞ്ഞ കാര്യങ്ങള്. ചന്ദ്രൻ വിളിച്ച എന്തെങ്കിലും അല്ല ബോയ് ഫ്രണ്ട് ഉള്ള കുട്ടിയാണ്. ഈ കുറച്ച് ഉത്തരവാദിത്വം ഉണ്ടാവും കുട്ടിയുടെ കാര്യത്തില്. അത് നമുക്ക് നമ്മുടെ കടയിൽ വേറെ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ടാവാൻ പാടില്ല. ചന്ദ്രൻ ചന്ദ്ര ആ കുട്ടിയുടെ റിലേഷൻ കുറച്ച് സീക്രട്ട് ആണ്. അത് ഞാൻ പുറത്ത് ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന് പറയണ്ട. ബോയ് ഫ്രണ്ട് ഇല്ലാറണ അത് കുറച്ച് പ്രൈവറ്റ് ആണ്. മുതലാളിയാണ് പ്രൈവറ്റ് ആയിട്ടുള്ള ആള്. ഇല്ല ഞാനല്ല വേറെ കുറച്ച് സീനാണ്. സത്യം പറഞ്ഞ മുതലാളി ഇല്ല എനിക്ക് മനസ്സിലായി. എനിക്ക് എനിക്ക് കണ്ടപ്പോ എന്നോട് ഓപ്പറേറ്റർ പറഞ്ഞു. എന്റെ ഓപ്പറേറ്റർ പറഞ്ഞോ കുഴപ്പമില്ല. എന്റെ ഓപ്പറേറ്റർ ഞാനില്ല. അത് ഞാൻ പറഞ്ഞുതരാം. ഞാനായി അല്ല അങ്ങനെ ഞാൻ சந்திரா ஒன்னு 2 கேர்ள்ஸ் எப்ப வருவானே அந்த பொண்ணு கிட்ட ചോദിക്കണം. അവർക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്. അവർക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്. ക്ലിയർ ആക്കണമല്ല ചന്ദ്ര ക്ലിയർ ആയോ? ഒരു സെക്കൻഡ് ഇവിടെ കുറച്ച് തെങ്ങിന്റെ അടി അടി. ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ എന്തായാലും പോയിട്ട് ഇപ്പൊ നാളെ വരാം മുതലാളി. ഞങ്ങളപ്പോ അങ്ങോട്ട് പോട്ടെ. പീറ്റർ വരൂ. ബൈ കമീല. പീറ്റർ നാളെ പെൺപിള്ളേരെ
എടാ നീ അങ്ങോട്ട് ചെല്ലു, ഞങ്ങൾ സംസാരിച്ച് പോരാ. ഇനി വരാൻ പോണ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് ഇവിടുത്തെ കടർ ഓണറാണ്. അല്ല മുരളി നമുക്ക് അങ്ങനെ ഞാനൊരു കാര്യം കൂടി നിങ്ങളടുത്ത് വ്യക്തമായിട്ട് പറയാം. നമ്മളിവിടെ സമാധാനമായിട്ട് ജീവിക്കാനും ഇതാക്കാനും വന്നതാണ്. അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ചന്ദ്ര അതല്ല ചന്ദ്ര, ഈ മുരളി ഇത്ര ഫ്രീഡം തരുമ്പോ നമുക്ക് നമ്മളങ്ങനെ നിന്ന് പോണു ചന്ദ്ര. പെമ്പിളരെ പുറകെ പോലെ ഞാൻ ചത്താലും പോവില്ല. അത്രേ ഉള്ളൂ. കോഴി ഡ്രസ് ഇട്ടിട്ട് கோழி ட்ரெஸ் போட்டா என்ன பிரச்சனை? கோழி நல்லா இல்லையா? சரி நாளைக்கு மாத்திடுறேன். അവനങ്ങ് പുഷ്പിക്കാൻ വന്നേക്കണങ്ങ്. ആ മഞ്ഞ പനിയില്ലേ അത് മതി. ഓ ചന്ദ്രൻ ആ തോക്കിങ്ങതാ. ആ തോക്കിങ്ങതാ ചന്ദ്രൻ അളിയൻ. നീ ഒരുത്തൻ വെടിച്ചൊന്നില്ല അവിടെ ഇട്ട് എന്തിന്? അല്ല എന്ത് വെടിച്ചൊന്നും എന്തിനാ? ഞാൻ കാര്യം പറയാം. ഇത് അനാവശ്യമായിട്ട് ഉപയോഗിക്കല്ലേ. നമ്മളിവിടെ മാസ് കാണിക്കല്ല വന്നത്, മനസ്സിലാക്കത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിരുന്നു. നിന്റെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സംസാരിക്കണം. കേട്ടോ? അതെ ഇന്ന് എനിക്ക് ഒട്ടും വയ്യാതാ, ചുമയും പനിയൊക്കെയാണ്. അപ്പൊ